അല്ല, സായുധ വിപ്ലവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി വിനിയോഗിച്ച കാലഘട്ടം ജീവിതത്തിൽ പാഴായിപ്പോയോ? അയ്യോ ദൈവമേ, എൻ്റെ ഗുരുനാഥനാണ്. ആ കാലഘട്ടം എന്നെ പഠിപ്പിച്ചതുപോലെ അനുഭവങ്ങൾ. ഒറ്റ കാര്യം പറയാമല്ലോ, പ്രകൃതി ഭംഗി. വയനാടൻ മലകളിലും ഹൈറേഞ്ചിലും ഞാൻ അനുഭവിച്ച പ്രകൃതി ഭംഗി. ഈ ഒരൊറ്റ കാര്യത്തിന് ഞാൻ ആ പ്രസ്ഥാനത്തോട് നന്ദിയുണ്ട്. അനുഭവങ്ങളോ, എൻ്റെ ദൈവമേ, മനുഷ്യരുമായിട്ടുള്ള ഇടപെടലോ, ഗ്രാമങ്ങളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞതോ. ഞാനിന്ന് എന്തെങ്കിലും ആണെങ്കിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കിട്ടിയ അനുഭവ സമ്പത്താണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അടിത്തറ. അതുകൊണ്ട് എനിക്കതിനോട് ഒരു വിരോധമോ നന്ദികേടോ ഒന്നുമില്ല. ഈ സാമൂഹിക ചൂഷണങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആധ്യാത്മിക പ്രവർത്തനത്തിലൂടെ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിനകത്തൊരു ഉദാഹരണം. ഇപ്പോൾ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം, അവരുടെ പിന്നോക്കാവസ്ഥയുടെ അടിത്തറ ഭക്തിയില്ലായ്മ. അവരുടെ ഭക്തി ഉണ്ടായിരുന്നത് തകർത്തതാണ്. അവരുടെ ഗോത്ര സംസ്കാരത്തിലുണ്ടായിരുന്ന ആഴമേറിയ ഭക്തി, ഒരുമിച്ച് നിൽക്കുക, അതിൻ്റെ ഫലമായ സ്വഭാവദാർഢ്യം, ഇതെല്ലാം അവർക്ക് തകർത്തു. ഇത് തകർത്തതാണ് ആദിവാസികളുടെ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് എത്ര തയ്യൽ മെഷീൻ കൊടുത്താലും, എത്ര പശുവിനെ വാങ്ങിച്ചു കൊടുത്താലും, എത്ര വീട് കെട്ടി കൊടുത്താലും, ഈ സംസ്കാരം തകർത്ത ശേഷം ഇതൊക്കെ മുകളിൽ കൊണ്ടുവച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം വീണ്ടും അവരുടെ ഉന്നമനത്തിൻ്റെ, ഇപ്പോൾ ആദിവാസി, ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യർ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, ഇവരുടെയൊക്കെ ഉന്നമനത്തിൻ്റെ അടിത്തറ, ഇനി ഉന്നമനം സാധിക്കുന്ന ഒരേ ഒരു മാർഗം അവരുടെ വ്യക്തിപരമായ ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും സ്വഭാവദാർഢ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്വഭാവദാർഢ്യം വീണ്ടെടുക്കുന്ന ആത്മീയതയിൽ കൂടി മാത്രമേ കഴിയൂ. ആത്മീയതയുടെ വഴിയിൽ കൂടി അവർ സ്വഭാവദാർഢ്യം വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ അതിനോടൊപ്പമേ സാമ്പത്തിക പ്രക്രിയയും കൂടി പോകൂ. അതുകൊണ്ട് ആധ്യാത്മികതയും സാമ്പത്തിക നയങ്ങളും കൂടി കൈകോർത്ത് പിടിക്കാതെ ഒരു സാമൂഹ്യ ഉയർത്തെഴുന്നേൽപ്പ് സാധിക്കില്ല എന്നുള്ള അഭിപ്രായം. അല്ല, സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 57 വർഷമായിട്ടും ഈ ആദിവാസികളും പട്ടികജാതി പട്ടികവർഗങ്ങളും ഇന്നും ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് താങ്കൾ? ചൂഷണം നശിപ്പിക്കുകയല്ലേ. ഇതിൽ കൂടുതലൊരു ക്രൂരത ലോകത്ത് ഒരു സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊരു ഭീകരമാണെന്നറിയോ. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് മെച്ചപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നക്സലൈറ്റുകൾ അവർക്കൊരു പുതിയ വിഷൻ കൊടുത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ നന്നായിട്ടുണ്ട് അവരുടെ ജീവിതം. ഹിന്ദുമതത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് വന്ന ചില മേഖലകളുണ്ട്. അവിടെ അവർ ശക്തമായിട്ടുണ്ട്. സുവിശേഷക്കാർ ചെന്നിട്ടും പല മേഖലകളിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കീ ഫാക്ടർ, അതായത് താക്കോൽ ഘടകം ആത്മീയ സ്വഭാവ സാംസ്കാരിക തലത്തിലാണ്. അത് പുതിയൊരു സന്ദേശം വന്ന സ്ഥലത്തെല്ലാം അവർ രക്ഷപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും താക്കോൽ സ്ഥാനങ്ങൾ ഇതേവരെ ഒരു പട്ടികജാതി പട്ടികവർഗ്ഗക്കാരൻ വരാതിരുന്നത് എന്തുകൊണ്ടാണ്? പട്ടികജാതി പട്ടികവർഗ്ഗക്കാരൻ പരിപൂർണമായിട്ടും മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടവരാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും പട്ടികജാതിക്കാരനെ കയർന്നു വരാനേ സമ്മതിക്കില്ല. പരമാവധി സവർണ നേതാവിൻ്റെ തോളത്തിരിക്കുന്ന അല്ലെങ്കിൽ സവർണ നേതാവിൻ്റെ കക്ഷത്തിരിക്കുന്ന ഒരു പട്ടികജാതിക്കാരനെ അല്ലാതെ ഉത്തരേന്ത്യ വന്നിട്ടുണ്ടല്ലോ. ഉത്തരേന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞാലും 10-20 MP അവരുടെ കൂടെ ഉണ്ട്. കേരളത്തിൽ എന്താണ് സംഭവിക്കാതിരുന്നത്? ഒരു ആസൂത്രിത പരിപാടിയുടെ ഭാഗമായി അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വ്യാമോഹിപ്പിച്ച് നശിപ്പിച്ചവരെ, ഭയങ്കരമായ വ്യാമോഹം ഉണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ട് അവരുടെ പ്രാചീന സംസ്കാരം നശിപ്പിച്ചു. പുതുതായിട്ട് യഥാർത്ഥത്തിൽ സവർണ മേധാവിത്വം വളരെ കൂടുതൽ പ്രായോഗിക തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നു കൂടുതൽ എന്നുള്ളത് അടുത്ത് പെരുമാറിയവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനകത്ത് പിന്നോക്ക ജാതിക്കാർ പോലും വരുന്നില്ലല്ലോ. പിന്നോക്ക ജാതിക്കാർ പോലും, ഞാൻ പറഞ്ഞത് പട്ടികജാതിക്കാരുടെ കാര്യം, പിന്നോക്ക ജാതിക്കാർ പോലും വോട്ടിംഗ് മാസ് അല്ലാതെ മുഖ്യമന്ത്രിയാക്കുന്നില്ലല്ലോ അവർ. എന്നാൽ അധസ്ഥിത വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നൽകാൻ സംശയമില്ല, ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഫേസ്, അതായത് ഇപ്പോൾ ഒരു 60-65 ശേഷമുള്ള കാലഘട്ടത്തിൽ അധികാരത്തിലേക്ക് വരുന്ന പ്രക്രിയ വന്നല്ലോ. അധികാരത്തിലേക്ക് വരുന്ന പ്രക്രിയ വന്നപ്പോൾ പിന്നോക്ക ജാതിക്കാരും പട്ടികജാതിക്കാരും നേതൃത്വത്തിൽ വരുന്നത് വളരെ കർശനമായി തടയുന്ന ഒരു മെക്കാനിസം അതിനകത്ത് വർക്ക് ചെയ്തു.
ആ വർക്ക് ചെയ്ത് ഗൗരിയമ്മ പുറത്തായി, അച്യുതാനന്ദൻ പുറത്താകുന്നതിൻ്റെ വക്കിലാണ്. ശ്രദ്ധിച്ചില്ലേ അത്? ഒരിക്കലും ഒരു പിന്നോക്ക ജാതിക്കാരൻ ടോപ്പ് ലീഡർഷിപ്പിലേക്ക് വരുന്നില്ല. പോളിറ്റ് ബ്യൂറോയിൽ മുഴുവൻ ബ്രാഹ്മണരായിരുന്നില്ലേ ഒരു കാലത്ത്? ഇപ്പോഴല്ലേ ഒന്ന് മാറ്റം വന്നത്.